എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ കുറേ നേരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ഞാനിവിടെ വന്ന് വീണ്ടും ഇങ്ങനെ ക്ലാസ് എടുത്താൽ അത് എന്ത് ബോറായിരിക്കും അല്ലേ? സത്യമല്ലേ അത്? സത്യമല്ലേ അത്? അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലാസ് എന്ന് പറയുന്നൊരു സംഗതി, അല്ലെങ്കിൽ തന്നെ എൻ്റെ അനുഭവം പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബോറായിട്ടുള്ള ഒരു സംഗതി ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല, നിങ്ങൾ ഭയങ്കര ക്ലാസ്സൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇത്രയും ക്ഷമയോടെയൊക്കെ ഇത്രയും മണിക്കൂറൊക്കെ എങ്ങനെ ഇരുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അപ്പം അതുകൊണ്ട് ഇനിയൊരു ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ആവശ്യമില്ല. അത് എല്ലാവരും ഇവരെയൊക്കെ പറഞ്ഞു തന്നെയാണ്. ഞാൻ പറഞ്ഞാലും ഇതിൽ കൂടുതൽ ലഹരിയെക്കുറിച്ച് വേറെ എന്ത് പറയാനാണ് ഞാൻ, അല്ലേ? അവരൊക്കെ പറഞ്ഞു തന്നെയാണ് പറയാൻ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ പോലെ കുറച്ച് സമയം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ, എന്തും ചോദിക്കാം. അപ്പം എന്തും ചോദിച്ചാൽ മറുപടി പറയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാമെന്ന് പറഞ്ഞുതരാം, അത്രയേ ഉള്ളൂ. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലേ? നമുക്ക് വർത്തമാനം പറയാം. ഒരാൾ മാത്രം ഇവിടെ നിന്ന് റേഡിയോ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് പരസ്പരം എന്തെങ്കിലും പറയാം എന്നുള്ളതാണ്, അല്ലേ? ഇന്ന് പരസ്പരം സംസാരിക്കുന്ന അവസ്ഥയൊക്കെ വളരെ കുറഞ്ഞു വരികയാണ്. അതൊക്കെ ഇവിടെ പറഞ്ഞു. അച്ഛനോട് സംസാരിക്കാറില്ല, അമ്മയോട് സംസാരിക്കാറില്ല, പരസ്പരം സംസാരിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സംസാരിക്കാം. എന്തെങ്കിലും നല്ല 4-5 വാക്കുകൾ ഓതുക. കസ്തൂരി പോലെ മണക്കട്ട വാക്കുകൾ, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ എന്ന് കടമ്മനിട്ട എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ മനോഹരമായ 2 വരിയാണ്. 2 വരിയല്ല, അദ്ദേഹം കുറേ വരികൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞത് വരുന്നതായിട്ടൊക്കെയാണ് ആ കവിത. കവിതയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഒരു കവിതയുണ്ട്. ശാന്ത എന്നാണ് ആ കവിതയുടെ പേര്. ശാന്തേ കുളി കഴിഞ്ഞ് ഈറൻ പകർന്നു വാർകുന്തൽ മെല്ലെ പുറകോട്ടു വാരിയിട്ട് ആ വളക്കയ്യുകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തിൽ എന്നെ നോക്കി ചിരിച്ച് എന്തെങ്കിലും നല്ല 4-5 വാക്കുകൾ ഓതുക. കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ എന്നാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു പെൺശക്തിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദ്യങ്ങൾ തന്നെ ചോദിക്കണമല്ലോ, ട്രോൾ ചെയ്യാലും മതിയാവും. നിശബ്ദമേ, ഒന്നും ചോദിക്കാനില്ലേ? ലഹരി തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. നമുക്ക് അങ്ങനെയൊക്കെ അല്ല. വീണ്ടും നിങ്ങളിങ്ങനെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാതിരിക്കും. ഇവിടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് ബോധവൽക്കരണ ക്ലാസ് എന്നൊക്കെ ആണെങ്കിലും അതൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞതിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പാരൻസിനെ കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, അധ്യാപകരെക്കുറിച്ച് ഒക്കെ അദ്ദേഹം വളരെ കാര്യമായി സമഗ്രമായി സംസാരിച്ചു. പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച്, നിങ്ങളുടെ അസർട്ടീവ്നെസ്സിനെ കുറിച്ച്, നിങ്ങളാണ് നിങ്ങളെ തീരുമാനിക്കേണ്ടതിനെക്കുറിച്ച് ഫാദർ നിങ്ങളോട് സംസാരിച്ചു. അതൊക്കെ തന്നെയാണ് ശരിക്കും ക്ലാസ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. സോ നിങ്ങൾ ചോദിക്കണം, എണീറ്റ് ആർജവത്തോടെ ചോദിക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത്. അല്ല ഇവിടെ നിന്ന് പറയുന്നതെല്ലാം ശരി എന്ന് വിചാരിച്ചു പോകരുത്. ഒരു നല്ല ചോദ്യം വരട്ടെ, അതുവരെ ഞാനിങ്ങനെ നിശബ്ദമായി നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം വരട്ടെ. ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക് എന്നാണ് ജർമ്മൻ നാടകകൃത്തായ കവിയായ ബ്രഹത്തോൾ ബ്രഹത്ത് ചോദിക്കുന്നത്. എന്തിനധീരത? ചോദ്യം വന്നു. യെസ്. ജീവിതത്തിൽ ആദ്യമായി ലഹരി ഉപയോഗിച്ച അനുഭവം. നല്ല ചോദ്യമാണ്. എൻ്റെ പേഴ്സണൽ അനുഭവം അല്ലേ ചോദിക്കുന്നേ? യെസ്. ജീവിതത്തിൽ ആദ്യമായി ലഹരി ഉപയോഗിച്ച അനുഭവം, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏറ്റവും അനുഭൂതി ഉണ്ടായ അനുഭവം ഞാൻ പറയാം. ലഹരി എപ്പോഴും അനുഭൂതിയാണല്ലോ തരുന്നത്. അത് 2022 ഫെബ്രുവരി 28-നാണ്. അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ്. 12 വർഷത്തെ എൻ്റെ നിരന്തരമായ കാത്തിരിപ്പിൻ്റെയും നിരന്തരമായ സമര പോരാട്ടങ്ങളുടെയും നിരന്തരമായ അവഗണനകളുടെയും നിരന്തരമായ അപമാനങ്ങളുടെയും പരിണിത ഫലമായി 2022 ഫെബ്രുവരി 28-ന്
ലോകത്തിലെ ആദ്യത്തെ സൈക്കോ പാർക്ക് ഞാൻ എൻ്റെ നാട്ടിൽ ആരംഭിച്ചു. അതെൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലഹരിയായിരുന്നു. ആ ലഹരിയായിരുന്നു എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഭൂതി. ഓക്കെ ഓക്കെ ആ സൈക്കോ പാർക്കിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ നിരവധി കോളേജുകളിൽ നിന്നും സ്കൂളിൽ നിന്നും കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും അവിടെ ഒരു ബാച്ച് ഉണ്ട്. ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചാണ് ഇന്നിങ്ങോട്ട് വന്നത്. കാരണം ഞാനത് ലഹരിയായി എന്നും അത് ആസ്വദിക്കുന്നു. 6-6.5 മണിക്കൂറോളം മനുഷ്യൻ്റെ മനസ്സിലൂടെയും മസ്തിഷ്കത്തിലൂടെയും പിന്നെ ജീവിതത്തിലൂടെയും കടന്നു പോകുന്ന ഒരു വലിയ യാത്രയാണ്. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം ഏതാണ്ട് ഒരു 6 മണിയോളം നിരന്തരമായിട്ട് കണ്ടുപോകാവുന്ന ഒരു കാഴ്ചയുടെ സമ്മേളനമാണ് അവിടെയുള്ളത്. അതെന്നെ സംബന്ധിച്ച് വലിയ ലഹരിയാണ്. നല്ല ചോദ്യം കേട്ടോ, കൊള്ളാം. ഓക്കെ, ഇതുപോലെ ചോദിക്കേ. ഒരു ഇന്റർവ്യൂ പോലെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് വേണോ ചോദിക്കേ. അത് ലഹരിയാവാം, മനഃശാസ്ത്രമൊക്കെ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അത് എന്നെ സംബന്ധിച്ച് ലഹരി ഉപയോഗിച്ചതിന് തുല്യം തന്നെയാണ്. ലഹരി ഉപയോഗിച്ചതിൻ്റെ അനുഭവമാണത്. അത് എൻ്റെ ലഹരിയാണ്. ഞാൻ എപ്പോഴും പറയും, ഐ ആം നോട്ട് എ ഹിന്ദു, ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഐ ആം നോട്ട് ആൻ ഇസ്ലാം, ഐ ആം എ സൈക്കോളജിസ്റ്റ്. മൈ പാഷൻ, മൈ പെയിൻ എല്ലാം സൈക്കോളജിയാണ്. അപ്പം അതെനിക്ക് വലിയ ലഹരിയാണ്. ഞാനിതിപ്പോൾ എല്ലാ ദിവസവും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് മോള് ചോദിച്ചതും. അല്ലാതെ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ സാധാരണ ആളുകൾ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ എന്ന രീതിയിലാണെങ്കിൽ ബീഡി, സിഗരറ്റ്, ബിയർ, മദ്യം, ആംഫിറ്റമിൻസ്, MDMA തുടങ്ങിയ ഒരു ലഹരി പദാർത്ഥങ്ങളും ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അത്തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥവും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഒരു കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അഭിമാനമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതെൻ്റെ മര്യാദയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാനും ഒരു മദ്യപനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാനും ഒരു മദ്യപനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മദ്യത്തെ സ്വീകരിക്കാൻ ആവശ്യമായ തരത്തിൽ അയാളുടെ തലച്ചോറിൽ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്തിരിക്കുന്നു, ഉത്തേജിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ തലച്ചോറിൽ ആ ഭാഗം ലഹരിയെ സ്വീകരിക്കാൻ ഉത്തേജിക്കപ്പെട്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. അതെപ്പോഴാണോ ഉത്തേജിക്കപ്പെടുന്നത് അപ്പം ഞാൻ ലഹരി ഉപയോഗിക്കും. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വളരെ മോശക്കാരാണ്, വളരെ പാപം ചെയ്തവരാണ്, അവരെ അവഗണിക്കേണ്ടതുണ്ട് എന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ആരുടെ തലച്ചോറിലാണോ ലഹരിയെ സ്വീകരിക്കേണ്ടതായ റിവാർഡ് സെന്റർ എന്ന് പറയുന്ന പാർട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അപ്പം അയാൾ ലഹരി ഉപയോഗിക്കും. ഞാനതൊക്കെ പിന്നീട് നമുക്ക് അധികം സമയമൊന്നും വേണ്ട, 1-2 ചോദ്യങ്ങളൊക്കെ വരട്ടെ, ഞാനപ്പോൾ പറയാം. അല്ല, ഞാനിവിടെ വന്ന് നിന്നിട്ട് ആദ്യമേ ലഹരി എന്നാൽ എന്താണ് മക്കളെ എന്നൊക്കെ ചോദിച്ചാൽ അത് ശരിയാവില്ല. അങ്ങനെ ക്ലാസ് വേണ്ട, ചോദിക്കേ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പെൺകരുത്തിൻ്റെ ശംഖൊലി മുഴങ്ങുന്ന ഗംഭീരമായി കോളേജിൽ ചോദ്യങ്ങൾ കൊണ്ട് ഇങ്ങനെ വരുമെന്നാണ് വിചാരിച്ചത്. ആർജവമുള്ള ചോദ്യങ്ങൾ. ഒരു ചോദ്യം വന്നു ഇങ്ങനെ, ഒരു ചോദ്യം മറുചോദ്യം, പല ചോദ്യങ്ങൾ. ബൃഹത്തുൽ ബൃഹത്തിന്റെ വരികളാണിതെല്ലാം. ഒരു ചോദ്യം മറുചോദ്യം, പല ചോദ്യങ്ങൾ. അയ്യോ, ബൃഹത്ത് എന്ന് പറയുന്നത് ഒരു വലിയ തെരുവ് നാടക കൃത്തായിരുന്നു കേട്ടോ. അവിടെ നിന്നും ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരട്ടെ എന്നാണ് അയാൾ പറഞ്ഞത്. അതുപോലെ ചോദിക്കാൻ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുകയല്ല വേണ്ടത്. നീ ചോദിക്കെന്നല്ല പറയാം, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞു ചോദിക്കേ. എത്തുന്നില്ല. ഡ്രഗ് യൂസ് ചെയ്യുന്ന ചെറിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അത് ഒരാളിന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇങ്ങോട്ട്. അതാ മൈക്ക് വരുന്നുണ്ട്. ആ
അങ്ങനെയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെന്താ അതിൻ്റെ ഒരു സയന്റിഫിക് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നാലെ പറയാം. ആ ചോദ്യം എന്ന് പറയുന്നത്, ഡ്രഗ് യൂസ് ചെയ്ത കുട്ടികളുണ്ടായിരുന്നല്ലോ, അവരത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ വളരെ മുതിർന്ന കുട്ടികളായതുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ, ഈ ചോദ്യം ചോദിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ ഒരു കാര്യം, കഞ്ചാവ് ഉപയോഗിക്കുകയും അതിൽ കരിയർ ആവുകയും ചെയ്ത് കുറച്ച് ദിവസം ജയിലിലൊക്കെ പോയി ജാമ്യമൊക്കെ കിട്ടിയ ഒരു കുട്ടി, ഒരു 10-18 വയസ്സ് ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ, അത്ര ആയിട്ടില്ല എന്ന് തോന്നും. ആ കുട്ടി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇതിൻ്റെ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി വന്നു, ചികിത്സയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ അവനോട് ഞാൻ സംസാരിച്ച് തുടങ്ങുകയാണ്. കൗൺസിലിംഗ് ആണല്ലോ. അപ്പോൾ കൗൺസിലിംഗ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു, വേണ്ട സാറേ, വേണ്ട സാറേ, വേണ്ട സാറ് ഒന്നും പറയണ്ട, നമ്മൾ നന്നാവാനൊന്നും പോകണില്ല സാറേ, സാറ് ചുമ്മാരി, സാറിൻ്റെ സമയം കളയാതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലടാ, ഞാൻ പറയട്ടെ, ഞാൻ കാര്യങ്ങൾ പറയട്ടെ. എവിടെ സാറ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിനിയും കഞ്ചാവ് വയ്ക്കും, ഞാനിനിയും കഞ്ചാവ് വലിക്കും, നമ്മളെ ഒന്നും നന്നാക്കണ്ട സാറേ, അതൊന്നും ശരിയാവില്ല, സാറിൻ്റെ പണി നോക്ക്, നമ്മളൊന്നും നന്നാവാൻ പോണില്ല സാറേ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് സാറേ, നമ്മളൊന്നും നന്നാവില്ല, സാറ് കണ്ട ഉണ്ടാക്കി വെച്ചിരിക്കണ ചന്തം കണ്ട എന്ന് പറഞ്ഞു. ആ ഓൺ ദ സ്പോട്ടിൽ ഒരു ഷോക്കായി എനിക്ക്. നിങ്ങൾ കേട്ടോ അവൻ പറഞ്ഞ വാക്ക്? ഒരല്പം തിരുവനന്തപുരം ഭാഷയുള്ളതുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് വഴങ്ങുമോ എന്തോ. എന്നെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ചന്തം കണ്ട, ഞാൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, എൻ്റെ ഷേപ്പ് ഇതാണ്, എന്നെപ്പോലുള്ളവനൊക്കെ കഞ്ചാവ് വിറ്റും കഞ്ചാവ് വലിച്ചും നടക്കാനേ പറ്റൂ സാറേ എന്ന് പറയുന്നു. എന്തൊരു ഇൻഫീരിയോറിറ്റി ആണെന്ന് ആലോചിച്ച് നോക്കൂ. അവനവൻ്റെ നിറത്തിലും അവനവൻ്റെ ഷേപ്പിലും അവനവൻ്റെ പല്ലിലും അവൻ്റെ കണ്ണിലും അവൻ്റെ മുഖത്തിലും അവൻ വല്ലാതെ അപകർഷതപ്പെടുന്നു. ഇവിടെ നന്നായി പഠിക്കണമെങ്കിൽ, ഈ ലോകത്ത് നന്നായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നല്ല മുഖം വേണമെന്ന് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നു. അവന്റെ നിറത്തിൽ അവൻ വല്ലാതെ അപകർഷതപ്പെടുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത്. ഈ ചെക്കൻ്റെ അനുഭവമൊക്കെ നിങ്ങൾ വിട്ടേക്കൂ. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അപകർഷതകൾ കൊണ്ട് നടക്കുന്നു എന്നറിയുമോ? അതിൽ ഏറ്റവും വലിയ അപകർഷതയാണെന്നറിയുമോ? നമ്മുടെ ശരീരത്തെ ചൊല്ലിയുള്ള അപകർഷത. എത്രയോ കുട്ടികൾ അത് ഓർത്ത് വിലപിക്കുന്നു. എൻ്റെ കണ്ണിങ്ങനെയാണ്, എൻ്റെ പല്ലിങ്ങനെയാണ്, എൻ്റെ മൂക്കിങ്ങനെയാണ്, എൻ്റെ നിറം ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ച് എത്രയോ കുട്ടികൾ വിഷമിക്കുന്നുണ്ട്. ഞാനിതാണ് എന്ന് ബോധ്യപ്പെടാൻ സ്വയം കഴിയണം. ഡേ കർമ്മി എന്ന് വിളിച്ചാൽ ചുരുങ്ങി പുറകോട്ടല്ല പോവാൻ. പിന്നെയോ, ഡേ കർമ്മി എന്ന് വിളിച്ചാൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് വരണം. എന്നിട്ട് പറയണം, യെസ് കറുപ്പാണ്, കർമ്മിയാണ്, അതിന് അല്ലേ നല്ല വാക്കല്ലേ. സോ വാട്ട്സ് എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതിനേക്കാൾ നല്ല വാക്കാണിതെന്ന് പറയുന്നത്. അതിന് ഇന്ന് ചോദിക്കണം. ഡാ തടിയ എന്ന് വിളിച്ചാൽ, അല്ലേ വേണ്ട, പെൺമക്കളുള്ള കോളേജല്ലേ, ഡേ തടിച്ചി എന്ന് വിളിച്ചാൽ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ പുറകോട്ടല്ല പോവാൻ. പിന്നെയോ മുന്നോട്ട് വരണം. തടിച്ചിയാണ്, തടിച്ചിയാണ്, അതിന് അതിന് എന്ന് ചോദിക്കാനുള്ള ആർജവം ഉണ്ടാവണം. കണ്ണാടിയിൽ നോക്കുമ്പോ ഏത് സമയം, ഏത് നിമിഷം, എന്ന് രാവിലെ കണ്ണാടി നോക്കുമ്പോ ആ കണ്ണാടിയിൽ കാണുന്ന ഇതാണ് ഞാൻ എന്ന് ഉറപ്പിക്കാൻ കഴിയണം. ഇതാണ് ഞാൻ. പക്ഷെ നിങ്ങൾക്കറിയുമോ, ആ മോള് ചോദിച്ചതുപോലെ എത്രയായിരം കുഞ്ഞുമക്കൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇതാണ് ഞാൻ എന്ന് ഉറപ്പിക്കേണ്ടിടത്ത് നിങ്ങളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. കണ്ണാടി നോക്കിയിട്ട് ഇതാണ് ഞാൻ, ഈ കാണുന്ന ഇതാണ് ഞാൻ എന്നാണ് ഉറപ്പിക്കാൻ. പക്ഷെ എത്രയോ കുട്ടികൾ ഇതാണ് ഞാൻ എന്നല്ല പറയുന്നത്, പിന്നെയോ ഇതാണല്ലോ ഞാൻ. ഇത് രണ്ടാണ്. ഇതാണ് ഞാൻ. അത് നേരത്തെ ഫാദറൊക്കെ പറഞ്ഞ പോലെ നല്ല പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരും. മറ്റേന്താണ്, ഇതാണല്ലോ ഞാൻ. അത് വേണ്ട. ഇതാണ് ഞാൻ, ഇതാണ് എന്റെ നിറം, ഇതാണ് എന്റെ കണ്ണുകൾ, ഇതാണ് എന്റെ ഷേപ്പ്, ഇതാണ് ഞാൻ. പിന്നെ എന്തിനാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ വെളുക്കാൻ വേണ്ടി തേക്കണത്? കൊണ്ട് കടലിൽ അറിയാൻ ഞാൻ പറയൂല, മീൻ ചത്തുപോകും. കൊണ്ട് കുഴിച്ചിടൂ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം. എന്നിട്ട് സൗന്ദര്യത്തിൽ വിശ്വസിക്കൂ. യഥാർത്ഥ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കുളിയും നനയുമാണെന്ന് മാത്രം കരുതൂ. അതാണ് സൗന്ദര്യമെന്ന് കരുതൂ. പിന്നെ നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ മെന്റൽ സ്റ്റാറ്റസുമാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് കരുതൂ. കേട്ടിട്ട് കയ്യൊക്കെ അടിച്ചില്ലേ?
ആചാര്യബാഹുവായ 6.5 അടി പൊക്കമുള്ള ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നോണ്ടാണോ കൈയടിച്ചേ? 5 അടി 5 ഇഞ്ച് തേച്ചില്ല. നല്ല ബോധ്യമുണ്ട് എനിക്ക്. ബട്ട് ഇതാണ് ഞാൻ. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഏവരും. അല്ലാതെ ചുമ്മാ പല ഇൻഫീരിയോറിറ്റികൾ കൊണ്ട് നടക്കരുത്. ഇൻഫീരിയോറിറ്റികളാണ് പലപ്പോഴും നമ്മളെ മറ്റു പല മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് കോൺഫിഡൻസ് കുറയും. അപകർഷതയുണ്ടെങ്കിൽ കോൺഫിഡൻസ് കുറഞ്ഞു പോകും. കോൺഫിഡൻസ് കുറയുമ്പോൾ സപ്പോർട്ടായിട്ട് പലതും സ്വീകരിക്കേണ്ടി വരും. സോ കോൺഫിഡൻസ് കുറയരുത്, അസർട്ടീവ് ആയിരിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് പെൺമക്കൾ, നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് കുറയരുത്. പക്ഷെ നിങ്ങളെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് എന്ത് സ്വാതന്ത്ര്യം തന്നാലും ഏറ്റവും ഒടുവിൽ പറയും, എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഒരു പെണ്ണാണെന്ന് ഓർമ്മ നിനക്ക് വേണം എന്നുകൂടെ പറയും. എന്ത് പെണ്ണാണെന്ന് ഓർമ്മ? ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ബയോളജി ഒക്കെ പഠിച്ചിട്ടില്ലേ? മിയോസിസും മൈറ്റോസിസും ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? ആണിൽ ഒരു കോശം 100,000 കോശങ്ങളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമെങ്കിൽ പെണ്ണിൽ ഒരു കോശം 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ 3 എണ്ണം നിർവീര്യമായി പോകും, 1 എണ്ണം അണ്ഡമായി മാറും. അത്ര വ്യത്യാസമേ ഉള്ളൂ. പിന്നെന്താണ്? കാലാകാലങ്ങളായി അബല ചബല നാരി മങ്ക യോഷ വനിത, അല്ലേ? ലജ്ജയില്ലേ അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ? അബല ചബല മേലാൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു പര്യായം ഉണ്ടാവരുതെന്ന് പറയണം. മനസ്സിലായോ? അല്ലേ? സ്ത്രീക്ക് വെച്ചിരിക്കുന്ന പര്യായ പദങ്ങളാണ് അബല ചബല നാരി മങ്ക. അതൊക്കെ ആയിക്കോട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ. സോ എന്തിനാണ് ഇങ്ങനെ അബല ചബല ആവുന്നത്? ഒരു അബലത്വവും ചബലത്വവും സ്ത്രീക്കില്ല, ഇല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു കോംപ്ലക്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ശക്തമായ കാലത്തിലേക്ക് വരണം. മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഘോരമായി സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചല്ല പറയണ്ട, ജീവിതത്തിൽ നിങ്ങൾ അത് തെളിയിച്ചു കൊടുക്കണം. എനിക്കും നിന്നെ പോൽ സ്വതന്ത്രനാകണം, എനിക്കും നിന്നെ പോൽ ഉറക്കെ പാടണം. ONV-യുടെ കവിതയാണ്. എനിക്കും നിന്നെ പോൽ സ്വതന്ത്രനാകണം, എനിക്കും നിന്നെ പോൽ ഉറക്കെ പാടണം. ഭയങ്കരമായ ഒരു സ്വാതന്ത്ര്യ ബോധമുള്ളിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഈ കെട്ടിച്ചയക്കലിനും കെട്ടിച്ചു വിടലിനും ഒക്കെ കൂട്ടു നിൽക്കുന്നവരാണോ? കൂട്ടു നിൽക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പരമാവധി കല്യാണം കഴിക്കരുത് കേട്ടോ. അങ്ങനെ പറയുമ്പോ ഈ കയ്യടി പോരാ. ഞാൻ വളരെ പർപ്പസ്ഫുള്ളി കരുതിക്കുട്ടി തന്നെയാണ് പറയുന്നത്. എനിക്കൊരു അശ്ലീലമായിട്ടാണ് തോന്നി ഈ കെട്ടിച്ചയക്കുക, കെട്ടിച്ചു വിടുക. തിരുവനന്തപുരം ഭാഷയിൽ പറയാം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാളാണ്. തിരുവനന്തപുരത്ത് ചോദിക്കുകയാണ്, അണ്ണാ മക്കൾ എത്ര എണ്ണ എന്ന് ചോദിച്ചാൽ പറയും 2 പെൺമക്കള്, മൂത്തതിനെ കെട്ടിച്ചയച്ച്, 2ാമത്തേനെ കെട്ടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് എന്ന് പറയും. അയ്യേ, അത് കേൾക്കുമ്പോ എന്തൊരു അശ്ലീലം പോലെയൊക്കെ തോന്നും. കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ വീടിന്റെ തൊട്ടടുത്ത് സുജാൻജിയെയും ലീലമാമിയെയും കണിയാപുരത്ത് നിന്നും കന്യാകുളരിയിൽ നിന്നും കെട്ടിക്കൊണ്ട് വന്നതാണെന്ന് എന്റെ അമ്മ പറയും. അപ്പൊ ഞാൻ വിചാരിച്ചത് തൊട്ട് തലേന്ന് ലക്ഷ്മണ മാമന്റെ വീട്ടില് 2 പശുക്കളെ വെമ്പായത്ത് നിന്ന് കെട്ടിക്കൊണ്ട് വന്നിരുന്നു. അതുപോലെയാണ് ഈ ലീലമാമിയെയും സുജാൻജിയെയും കെട്ടിക്കൊണ്ട് വന്നതെന്നാണ് ഞാൻ കരുതിയത്. ഇനിയുള്ള കാലം ഈ കെട്ടിച്ചയക്കുക, കെട്ടിക്കൊണ്ട് പോവുക, അവനൊന്നും നഷ്ടപ്പെടാനില്ല. അവളാണ് 10-22 വർഷം പരിചയപ്പെട്ട അവളുടെ അടുക്കള, അവളുടെ മുറ്റം, അവളുടെ വരാന്ത, അവളുടെ ബെഡ്റൂം, അവളുടെ ടോയ്ലറ്റ്, അവളുടെ വാഷ്റൂം, ഇതെല്ലാം ഉപേക്ഷിച്ചാണ് അവന്റെ നാറിയ കക്കൂസിലേക്ക് പോകേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. അവനൊന്നും നഷ്ടപ്പെടാനില്ല. എന്നിട്ട് അവൾ അവിടെ പോയി അടിമയായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. പിന്നെ അവള് പഠിക്കാൻ പോകാൻ പാടില്ല. പിന്നെ നീ വന്നത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? പ്രസവിക്കാൻ വേണ്ടി മാത്രമാണ്. നീ ജോലിക്ക് പോകാൻ പാടില്ല, അല്ലേ? നീ അവിടെ ദുർബലയാണ്, ചബലയാണ്. നീ ഇവിടെ കഴിഞ്ഞോളണം. നീ പഠിച്ചതെല്ലാം പാഴ്. ഏതുവരെ പഠിച്ചു? PG നെറ്റും സെറ്റും എല്ലാം ഉണ്ട്. അതൊക്കെ വെറുതെ ഇരുന്നോട്ടെ, പിള്ളേരെ നോക്കിയിരുന്നാ മതി. നല്ലതാണ്. PG ഒക്കെ പഠിച്ച കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റും. വീട്ടിൽ നോക്കിക്കോ എന്ന് പറയുന്നു, അല്ലേ? അവന് ലീവ് എടുക്കാൻ പറ്റൂല, നീ ലീവ് എടുത്തുകൊള്ളണം. ആ കാലമൊക്കെ കഴിഞ്ഞു. പ്രിയപ്പെട്ട പെൺകരുത്തിന്റെ മക്കളെ, ഇനി നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചോ.
പക്ഷേ ഈ വിവാഹം കഴിക്കുമ്പോ ഈ വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ 25 പവനും 10 പവനും 50 പവനും ഒക്കെ വേണ്ടി ഓടി നടന്ന് പിന്നെ അതിന്റെ കടം തീർക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത എത്രയോ വീടുകളെ നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ സ്വർണം എന്ന് പറയുന്ന മഞ്ഞ ലോഹത്തിന് വേണ്ടിയിട്ടുള്ള ഭ്രമത്തിന് പിന്നാലെ പാഞ്ഞു നടക്കുന്ന, അതിൽ നിന്ന് കണ്ടെത്തുന്ന കുറച്ച് പൈസ ഉണ്ടല്ലോ, ആ പൈസയും ഈ ചെക്കന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന പൈസയും കൂടെ ചേർത്ത് 1 സെന്റോ 2 സെന്റോ 3 സെന്റോ 30 സെന്റോ 3 ഏക്കറോ ആവതുപോലെ വാങ്ങി അതിനകത്തൊരു ചെറിയ വീടോ വലിയ വീടോ ഇടത്തരം വീടോ ബംഗ്ലാവോ കൊട്ടാരമോ എന്താണെങ്കിലും വെച്ച് വിവാഹത്തിന്റെ അന്നു മുതൽ അവനും അവളും അവിടെ താമസിച്ചു തുടങ്ങണം. അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലേ അല്ലേ? ഒരു അടിമത്വമില്ല, ഒന്നുമില്ല സാർ. അതിന് ഒരു പ്രത്യേകതയുണ്ട്. പിറ്റേന്ന് രാവിലെ അവന് മനസ്സിലാവും 1 കിലോ പഞ്ചസാരയ്ക്ക് എത്ര വിലയുണ്ട്. പിറ്റേന്ന് അവന് മനസ്സിലാവും. ഈ അരി ഉഴുന്നു മാറ്റിയാണ് ഇഡലി ഉണ്ടാവുന്നത് അവന് പറ്റുമെന്ന് മനസ്സിലാവും. ഉത്തരവാദിത്തം ഉണ്ടാവും 2 പേർക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരാനുള്ള സമയമായി. അല്ലാതെ നിങ്ങൾ ഇപ്പോഴും ഈ സ്വർണവും മറ്റു കാര്യങ്ങളിലുള്ള ഭ്രമവും, ഇതൊക്കെ ഭ്രമങ്ങളാണ്. സ്വതന്ത്രമായി ഭാരമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അവിടെ ഒരു കാര്യമുള്ളത് എന്ന് പറയുന്നത് 2 തലച്ചോറുകളുണ്ട് നമുക്ക്. 2 തലച്ചോറുണ്ട് നമുക്ക്. ഒന്ന് നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും മുൻഭാഗമാണ്. മുൻഭാഗം. ആ മുൻഭാഗത്തിന്റെ പേര് ഫ്രോണ്ടൽ ലോബ് എന്നാണ്. സെറിബ്രത്തിന്റെ ഭാഗമായ ഫ്രോണ്ടൽ ലോബാണ്. ഫ്രോണ്ടൽ ലോബ് ഇത്രയും ഡെവലപ്പ് ചെയ്തത് മനുഷ്യന് മാത്രമാണ്. നമ്മളിങ്ങനെ നെറ്റി പരന്നൊക്കെ ഇരിക്കുകയാണെങ്കിലും തലച്ചോറ് നെറ്റിക്കകത്ത് മുന്നോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. ഇത്രയും ബഡ്ജ് ചെയ്ത തലച്ചോറ് നമുക്ക് മാത്രമാണുള്ളത്. ഇത്രയും ഉന്തിയ തലച്ചോറ് നമുക്ക് മാത്രമാണുള്ളത്. ഉന്തിയ മുൻഭാഗമുള്ള തലച്ചോറ് നമുക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ആവർത്തിച്ച് നിങ്ങളെ പെൺമക്കൾ, പെൺകരുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും മുൻഭാഗത്തിരിക്കുന്ന ടീച്ചേഴ്സ് അടക്കമുള്ള ആളുകളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ സിമ്പിളായി റിയാലിറ്റിയിൽ ഉത്തരം പറയണം. ഞാൻ നിങ്ങളുടെ ആരാണ്? ഞാൻ നിങ്ങളുടെ ആരാണ്? കുറച്ച് പറയൂ. ടീച്ചറിന് മാർക്കും പറയാം. ഞാൻ നിങ്ങളുടെ ആരാണ്? ക്ലാസ് എടുക്കാൻ വന്ന സാറാണ്. ഭയങ്കര ഫിലോസഫിക്കലായ ഉത്തരമാണ്. തിരുവനന്തപുരംകാരി പോലും ഇങ്ങനെ പറയൂല. സിമ്പിളായി പറയൂ, റിയാലിറ്റിയിൽ പറയൂ. ഞാൻ നിങ്ങളുടെ ആരാണ്? ആരും അല്ലാന്ന് പറയരുത്. കുറെ നേരം കൊണ്ട് അവിടെ ഇരിക്കുകയല്ലേ, അങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയരുത്. കുറെ നേരം അവിടെ ഇരുന്നില്ലേ, എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നില്ല, അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങൾ പറയൂല. യാഥാർത്ഥ്യം എന്താണെന്നറിയുമോ? ഞാൻ നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചാൽ, ഈ മുൻഭാഗത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ, സത്യമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സ് ആണ്. അത് പറയുമ്പോഴാണ് ഓർക്കുന്നത് തന്നല്ല അല്ലേ എന്ന് ഓർക്കുന്നത്. അല്ലാതെ നമ്മൾ ഓർക്കില്ല അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നു, 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മളെ പഠിപ്പിക്കാൻ ഒരു സാറ് വന്നു, ഉടൻ നമ്മൾ വിചാരിക്കുക ഓപ്പോസിറ്റ് സെക്സ് വന്നല്ലോ, വരട്ടെ എന്ന് പറയുമോ? ഇല്ല. കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യനേ ഉള്ളൂ അമ്മയും പെങ്ങളും, മനുഷ്യനേ ഉള്ളൂ അച്ഛനും ആങ്ങളയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് തർക്കിക്കാം. മനുഷ്യനേ ഉള്ളൂ അമ്മയും പെങ്ങളും അച്ഛനും ആങ്ങളയും ഒക്കെ. മറ്റൊരു പക്ഷിമൃഗാദികൾക്കും ഇല്ല അങ്ങനെ. ഇതെന്റെ അമ്മയാണ്. അമ്മ എന്താ ഓപ്പോസിറ്റ് സെക്സ് അല്ലേ? ഒരു മകനെ സംബന്ധിച്ച് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സ് അല്ലേ? നിങ്ങളുടെ ബ്രദർ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സ് അല്ലേ? പക്ഷെ ബ്രദറിനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സ് എന്ന് തോന്നുവോ? തോന്നില്ല. അത് അങ്ങനെ തോന്നാത്ത എന്താന്ന് പറ. അതിനെ തോന്നാത്ത ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. യെസ്, നമ്മളൊരു ബസ്സിൽ സഞ്ചരിക്കുന്നു, ഒരു സീറ്റിൽ ഇരിക്കുന്നു. ആ സീറ്റിന്റെ തൊട്ടടുത്ത് ഒരു വേക്കൻറ്റ് സീറ്റ് ഉണ്ട്. ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു പാസഞ്ചർ ലേഡി കയറി. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു. ഒരു ലേഡി കയറി, അവരവിടെ ഇരിക്കുന്നു. അവരേതോ സ്റ്റോപ്പിൽ ഇറങ്ങും, ഞാൻ ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങും, അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ, അങ്ങനെ ചിന്തിക്കാൻ അതാണ് ഞാനെങ്കിൽ എന്റെ ഫ്രോണ്ടൽ ലോബാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്റെ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തില്ലെങ്കിലോ? അല്ലേ? ഇവരെന്റെ കൈ ഇങ്ങനെയൊക്കെ വയ്ക്കും അല്ലേ? ഇതുവരെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ഞാൻ ഇങ്ങനെയൊക്കെ വയ്ക്കും അല്ലേ?
ചുമ്മാ 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 കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ? ആ, ഫ്രോണ്ടൽ ലോബിന്റെ ഡെവലപ്മെന്റ് കുറവാണ്. ക്ലിയർ ആയോ? അപ്പൊ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. എല്ലാ പക്ഷിമൃഗാദികളും മലമൂത്ര വിസർജനം ചെയ്യും, മനുഷ്യന് മലമൂത്ര വിസർജനം ചെയ്യും. ഏത് പക്ഷിമൃഗാദി എപ്പ മലമൂത്ര വിസർജനം ചെയ്യാൻ തോന്നുന്നു അപ്പ അവിടെ വെച്ച് ചെയ്യും. മനുഷ്യ അപ്പ അവിടെ വെച്ച് ചെയ്യൂല. അടി വാങ്ങിക്കുമെന്ന പേടി കൊണ്ടല്ല, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യില്ല. അനുകൂലമായ സാഹചര്യം വരുന്നത് വരെ. ഇപ്പൊ തന്നെ നിങ്ങൾ എത്ര 9 മണിക്ക് ഇവിടെ വന്നിരുന്നവരല്ലേ? ഒന്ന് വാഷ്റൂമിൽ പോകാൻ തോന്നുന്ന എത്രയോ പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയാം. ഇയാളെ നിർത്തിയിരുന്നെങ്കിൽ പോവാമായിരുന്നു എന്ന് വിചാരിക്കുന്ന എത്രയോ പേര് ഇതിനകത്തുണ്ടെന്ന് അറിയാം, അല്ലേ? എന്നാലും എന്ത് ചെയ്യില്ല, പോവില്ല. കാര്യം എന്താ? അനുകൂലമായ സാഹചര്യം വരുന്നത് വരെ, അനുകൂലമായ സ്ഥലം ലഭ്യമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും, നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ട്? ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ അവയർനെസ് പ്രോഗ്രാം ഞാൻ ഒരു 5-10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫ്രോണ്ടൽ ലോബ് പതിയണം. ഫ്രോണ്ടൽ ലോബിന്റെ ഫങ്ഷൻസ് നിങ്ങൾ അറിയണം. അതിനാണ് ഞാനിതിങ്ങനെ പറഞ്ഞു വരുന്നത്. നമ്മൾ എവിടെ തുടങ്ങിയെന്നും എവിടെ എത്തിയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ബോധവൽക്കരണ ക്ലാസ് ആണ്. അത് ഞാൻ ചെയ്തേ പറ്റൂ ഈ ഒരു പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഫ്രോണ്ടൽ ലോബിനെ കുറിച്ച് പറയുന്നത്. ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്താലുള്ള കാര്യങ്ങളായി പറയുന്നത് അമ്മ, പെങ്ങൾ, അച്ഛൻ, ആങ്ങള, പിന്നെ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള നിയന്ത്രണം പോലും ഫ്രോണ്ടൽ ലോബിന്റെയാണ്. ക്ലിയർ? തീർന്നില്ല. ഫ്രോണ്ടൽ ലോബിന്റെ മറ്റു ഫങ്ഷൻസ് എന്തെന്ന് ചോദിച്ചാൽ ഡിസിഷൻ മേക്കിംഗ് പവർ, പ്രോബ്ലം സോൾവിംഗ്, സെലക്ഷൻ, ഇലക്ഷൻ, ക്യാരക്ടർ, മെച്യൂരിറ്റി, റെസ്പോൺസിബിലിറ്റി, വാലിഡിറ്റി, റിലയബിലിറ്റി, പങ്ക്ച്വാലിറ്റി, പ്രോഗ്രാമിംഗ് ആൻഡ് പ്ലാനിങ് അബൌട്ട് ഫ്യൂച്ചർ, റീസണിങ് എന്ന് പറഞ്ഞ് അങ്ങ് കിടക്കുകയാണ്. ഒരുപാടുണ്ട്. ഉചിതമായ തരത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഒരു തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. നേരത്തെ ഫാദർ പറഞ്ഞ നോ 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 എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യാതെ അസർട്ടീവ് ആവാൻ പറ്റില്ല. ഞാൻ അത് ചെയ്യില്ല, നോ നോ ഈസ് നോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്താലേ പറ്റൂ. പക്ഷെ ഈ ഫ്രോണ്ടൽ ലോബിന് ഒരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ മറ്റു ലോബുകളായ ഓക്സിപിറ്റലും ടെമ്പോറലും പരേറ്റലും നേരത്തെ ഡെവലപ്പ് ചെയ്യും. ഫ്രോണ്ടൽ ലോബ് അത്ര നേരത്തെ ഡെവലപ്പ് ചെയ്യൂല. ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 19 മുതൽ 25 വയസ്സ് വരെ എടുക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും എന്താണ്, ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഡെവലപ്പിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്യൂല കേട്ടാ. അപ്പൊ 25 വയസ്സായി, ഓ ഡെവലപ്പ് ചെയ്തു എന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ 88 വയസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ഒരുപാട് പേർ നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് 25ആയി ഡെവലപ്പായി എന്നൊന്നും വിചാരിക്കരുത്. പക്ഷെ 25 വയസ്സിനിടയിൽ അത് ഡെവലപ്പ് ചെയ്തു കൊള്ളണം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങളുടെ പാരന്റ്സ് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ പ്രൈമറി ആൻഡ് ഡോമിനന്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ ടീച്ചർ? ടീച്ചിങ് അല്ല, to develop or to support to develop the frontal lobe of each and every child എന്ന് പറയേണ്ടി വരും. ഓരോ കുട്ടിയുടെയും ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നതാണ് ഏതൊരു ടീച്ചറിന്റെയും പ്രൈമറി ആയ ഡോമിനന്റ് ആയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതാണ് ഒരു ക്യാമ്പസ് ചെയ്തു തരേണ്ടത്, അതാണ് ഒരു സ്കൂൾ ക്യാമ്പസ് ചെയ്തു തരേണ്ടത്. അപ്പൊ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് സമയം വളരെ കുറവാണ്, ഞാനോട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതൊരു 25 വയസ്സ് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ പാടാ. ഇവിടെ 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആര് കേട്ടോണ്ടിരിക്കുന്നുവോ അവരൊക്കെ ഓർക്കുക, ഇനി നടക്കൂല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് യു ക്യാൻ ചേഞ്ച്. നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ ഇനി ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല. ഈ ഫ്രോണ്ടൽ ലോബിനെ അതങ്ങനെ നിൽക്കട്ടെ കേട്ടോ, കോമ ശ്രമിക്കൊള്ളിട്ട് അവിടെ നിർത്താം. അതെ, ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കട്ടെ, മനുഷ്യൻ എന്ന് മുതലാണ് തുണി എടുക്കാൻ തുടങ്ങിയത്? ഫ്രോണ്ടൽ ലോബാണ്, പക്ഷെ കുറച്ചുകൂടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മനുഷ്യന് ഇൻഹിബിഷൻ, നാണമുണ്ടായപ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്തത്?
തുണി ഉടുത്തു തുടങ്ങിയത്, അല്ലേ? നാണം. അപ്പൊ മനുഷ്യന് നാണമുണ്ടായത് എന്നൊരു ചോദ്യമുണ്ട്. നിയാണ്ടർത്താൽ തുണി എടുത്തിട്ടില്ല, നാണമില്ലായിരുന്നു. ഹോമോസാപ്പിയൻസിന്റെ തുടക്കം മുതലാണ് എന്തോ ചെയ്തു തുടങ്ങിയത്, തുണിയെടുത്തു തുടങ്ങിയത്. അതെന്താന്ന് നിങ്ങൾക്ക് അറിയുമോ? ഈ നാണമുണ്ടായതിന് കാരണം തലച്ചോറിന്റെ ഫ്രോണ്ടലിനോട് ചേർന്നുള്ള ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ത് ചെയ്തപ്പോഴാണ്, ഡെവലപ്പ് ചെയ്തപ്പോഴാണ് മനുഷ്യന് നാണമുണ്ട്. അയ്യേ എന്ന് തോന്നിയത് അപ്പോഴാണ്. അയ്യയ്യേ എന്ന് തോന്നി, അപ്പോഴാണ് മനുഷ്യൻ തുണി എടുത്തു തുടങ്ങിയത്. മനസ്സിലാവുന്നു? അപ്പൊ പ്രിഫ്രോണ്ടലും ഫ്രോണ്ടലും ക്ലിയർ ആയല്ലോ. പക്ഷെ ഈ പ്രിഫ്രോണ്ടലിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. നല്ല സ്ട്രെസ് ഉണ്ടാവുമ്പോ, നാർക്കോട്ടിക്സ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോ, സെക്സ്വൽ തോട്ട്സോ സെക്സോ ഉണ്ടാകുമ്പോ ഈ പ്രിഫ്രോണ്ടൽ ഡീആക്ടിവേറ്റ് ചെയ്ത് കളയും. പ്രിഫ്രോണ്ടൽ ഡീആക്ടിവേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഭയങ്കര സ്ട്രെസ്, രണ്ടു പേർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ നിനക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐ ഹേറ്റ് യു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്ട്രെസ് കയറി പ്രിഫ്രോണ്ടൽ അങ്ങ് ഓഫായി പോയാൽ അപ്പോഴായിരിക്കും കൈയിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കുത്തി കയറ്റുന്നത്, അല്ലെങ്കിൽ അടിച്ചിടുന്നത്. കൊന്നു കഴിയുമ്പോഴാണ് ഒയ്യോ ചത്ത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ആ ദുർബല ജയിലിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ സാറൊക്കെ ഉള്ളപ്പോ ഞാൻ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ജയിലിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റും. അവരൊക്കെ പറയുന്ന മെജോറിറ്റി ആൾക്കാർ പറയുന്ന വാക്ക് എന്താണെന്നറിയുമോ? ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയി. ഏതാ ഈ ദുർബല നിമിഷം? പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ഡീആക്ടിവേറ്റ് ചെയ്തു പോയ ദുർബല നിമിഷം. ഓ, അതാണ് ആ ദുർബല നിമിഷം. അതുപോലെ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുമ്പോഴേ ഈ പ്രിഫ്രോണ്ടൽ എന്ത് ചെയ്യും? ഡീആക്ടിവേറ്റ് ചെയ്യും. നാർക്കോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ആരാണ്, എന്റെ മുമ്പിലിരിക്കുന്നത് ഈ കോളേജിലെ പെൺകുട്ടികളാണ് എന്നൊക്കെ എനിക്ക് അറിയണം. അതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് എന്റെ പ്രിഫ്രോണ്ടലും ഫ്രോണ്ടലും ചേർന്നിട്ടാണ്. ഒരു സിനിമയിലെ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, ഞാൻ കുടിച്ചിരുന്നു, ഞാൻ കഴിച്ചിരുന്നു, പക്ഷെ അവളൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, അവളൊന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. ഓർമ്മയുണ്ടോ? മലയാള സിനിമയിലുണ്ടായ ഒന്നാന്തരം സൈക്കോളജിക്കൽ സെന്റൻസ് ആണ്. അയാൾ പറയുന്നത് എന്താ? അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. എനിക്ക് അപ്പൊ മദ്യപിച്ചിരുന്നു ഞാൻ, പക്ഷെ അവൾ ഒച്ച വെച്ചിരുന്നെങ്കിൽ ആ മദ്യത്തിന്റെ ഇതങ്ങ് മാറിയിട്ട് എന്റെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ഉണർന്ന് അവൾ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായേനെ. സിനിമയിൽ ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റൂ. അല്ലാതെ സിനിമയില് അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, അവളൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ എന്റെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് ഉണർന്നേനെ മാധവൻകുട്ടി എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ, അല്ലേ? പക്ഷെ അതാണ് എന്റെ യാഥാർത്ഥ്യം. സംഗതി മനസ്സിലായോ നിങ്ങക്ക്? പിന്നെ സെക്സ്, പ്രിഫ്രോണ്ടൽ ഓഫായി പോവും, ഡീആക്ടിവേറ്റ്. അത് ഈ സെന്റൻസിൽ തന്നെയുണ്ട്. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, അവളൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. പക്ഷെ അവൾ ഒച്ച വെച്ചില്ല, അവൾ ഉറക്ക കരഞ്ഞില്ല. കാര്യം എന്താ? അവളുടെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് അതിന് മുമ്പേ ഓഫായി പോയി. സംഗതി മനസ്സിലായല്ലോ നിങ്ങൾക്ക്, അല്ലേ? അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളിലാണ് എന്ത് സംഭവിക്കുന്നത്? പ്രിഫ്രോണ്ടൽ ഓഫായി പോകും. ഓഫ് എന്ന എന്റെ വാക്കാണ്, ഡീആക്ടിവേറ്റ് ചെയ്തു പോകുന്നത്. അപ്പൊ പ്രിഫ്രോണ്ടലും ഫ്രോണ്ടലും എന്ത് ചെയ്യരുത്? ഡീആക്ടിവേറ്റ് ചെയ്യരുത്. ഈ ഫ്രോണ്ടലിനെയും പ്രിഫ്രോണ്ടലിനെയും ചേർത്തുകൊണ്ട് നമ്മുടെ തലച്ചോറിനൊരു പേരിടാം, കോഗ്നിറ്റീവ് ബ്രെയിൻ, അല്ലെങ്കിൽ ബൗദ്ധിക മസ്തിഷ്കം എന്ന് പേരിടാം. ഇത്രയും ക്ലിയർ ആയോ? അപ്പോ മെല്ലെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഇമോഷണൽ ബ്രെയിനും കോഗ്നിറ്റീവ് ബ്രെയിനും തമ്മിൽ നിങ്ങൾക്കൊരു ഫൈറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നിങ്ങളെ സുഖത്തിലേക്ക് കൊണ്ടുപോകാൻ, എത്രയും പെട്ടെന്ന് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ, ചാടിപ്പോവാൻ, ക്ലാസ്സിൽ പോവാതിരിക്കാൻ, പരീക്ഷ എഴുതാതിരിക്കാൻ, അധ്യാപകരോട് തറുതല പറയാൻ, പാരൻസിനെ എതിർക്കാനൊക്കെ ആര് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും? വൈകാരിക മസ്തിഷ്കം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ മനുഷ്യന്റെ ഒരു പ്രത്യേകത അറിയുമോ? നമുക്ക് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഇമോഷണൽ ബ്രെയിനാണ്. ആദ്യം കോഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തെങ്കിലോ
പക്ഷെ അതൊരു 19-25 വയസ്സാവും. 11-12 വയസ്സാവുമ്പോഴേ എന്ത് ഡെവലപ്പ് ചെയ്യും? ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഇത് ഇത്രയും മനസ്സിലായെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയൂ, എന്തുകൊണ്ടാവും ആദ്യം ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? ആദ്യം ഇമോഷണൽ ബ്രെയിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കൊഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യെങ്കിൽ രക്ഷപ്പെട്ടു അല്ലേ? ഈ കൗമാരക്കാരിൽ ഇമോഷണൽ ബ്രെയിൻ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സബ്സ്റ്റൻസ് അബ്യൂസ്, അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങളോടുള്ള ഇഷ്ടം, റാഷ് ഡ്രൈവിംഗ്, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഇഷ്ടമൊക്കെ ആദ്യമേ ഉണ്ടായി തുടങ്ങുന്നത് ഇമോഷണൽ ബ്രെയിൻ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. വളരെ വൈകി മാത്രമേ കൊഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യൂ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇമോഷണൽ ബ്രെയിൻ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്? ഒരാൾ പറയൂ, എന്തുകൊണ്ടായിരിക്കാം? ഒരുപാട് ഇന്റലക്ച്വൽ ആയിട്ടൊന്നും ആലോചിക്കണ്ട. ഏതാ? കേട്ടില്ല. അമ്മയുമായിട്ടുള്ള എന്താണ് അറ്റാച്ച്മെന്റ് ഇമോഷണൽ അല്ല, അഫക്ഷണേറ്റ് ആണ്. അത് അഫക്ഷണേറ്റ് ആണ്, അത് ഇമോഷണൽ അല്ല. അപ്പൊ ഒരു വ്യക്തിയുടെ ഇമോഷണൽ ബ്രെയിനാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? അയ്യോ, അത് വളരെ സിമ്പിളാണ്. അത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിക്ക് നിങ്ങൾ ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അധ്യാപകരാണോന്നോ IAS ആവണമെന്നോ പോലീസ് ആവണമെന്നോ എക്സൈസ് ആവണമെന്നൊന്നും പ്രകൃതിക്കില്ല. പ്രകൃതിക്ക് ആകെ ഉള്ളത് നിങ്ങൾ ഫിസിയോളജിക്കലി ഡെവലപ്പ് ചെയ്താൽ അടുത്ത ജനറേഷന് ജന്മം കൊടുത്തോളണം. പ്രകൃതി നിങ്ങളെ വളർത്തുന്നത് അടുത്ത ജനറേഷന് ജന്മം കൊടുക്കാനാണ്, അല്ലേ? അതിനെന്ത് ഡെവലപ്പ് ചെയ്തേ പറ്റൂ? ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ടീച്ചേഴ്സിന് മുഴുവൻ ഒരു ഹാറ്റ്സ് ഓഫ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ടീച്ചേഴ്സ്. എന്തുകൊണ്ടെന്നറിയുമോ? ഒരു കുട്ടിയുടെ ഇമോഷണൽ ബ്രെയിനാണ് ആദ്യം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആ ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ചോദനകൾ എന്തൊക്കെയാണ്? എത്രയും പെട്ടെന്ന് ഓപ്പോസിറ്റ് സെക്സിനെ കണ്ടുപിടിക്കണം, അല്ലേ? അതൊക്കെയാണ് ആദ്യം ഉണ്ടാവുന്നത്. പിന്നെ ഇങ്ങനെ സ്വതന്ത്രമായി നടക്കണം. ഈ കാര്യങ്ങളെയാണ്, ഇമോഷണൽ ബ്രെയിനിന്റെ ഈ നീഡുകളെയാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്? സപ്രസ് ചെയ്ത് വെച്ചിട്ട് നിന്റെ കൊഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്താൽ മതി എന്ന് പ്രേരിപ്പിക്കുന്നത്. ചെറിയ കാര്യമല്ല അത്. ഒരുതരം പ്രകൃതി വിരുദ്ധ പരിപാടിയാണ് ടീച്ചർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അല്ലേ? കാരണം പ്രകൃതി ഇമോഷണൽ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് ആ പ്രകൃതി പറയുന്ന ഇമോഷണൽ ബ്രെയിനിന്റെ നീഡുകൾ എടുക്കാം, പിന്നെ 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 25 വയസ്സൊക്കെ കഴിയട്ടെ, അതുവരെ ഇങ്ങനെ നിൽക്ക്. പകരം അതിനിടയിൽ നിന്റെ കൊഗ്നിറ്റീവ് ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസം ഞങ്ങൾ തരും. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കൊഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തു വരൂ. വായനയിലൂടെയും കലാരീതികളിലൂടെയും സർഗാത്മക പരിപാടികളിലൂടെയും മാത്രമേ കൊഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തു വരൂ. അത് അധ്യാപകർ രക്ഷിതാക്കളും ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ടാണ് ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞത്, അധ്യാപകരും രക്ഷിതാക്കളുമാണ് അടിസ്ഥാനം. ചെറിയ പ്രായത്തിലെ ഇമോഷണൽ ബ്രെയിനിന്റെ നീഡുകളെ സപ്രസ് ചെയ്യേണ്ടതുണ്ട് മനുഷ്യൻ. മറ്റൊരു പക്ഷിമൃഗാദിയെ സപ്രസ് ചെയ്യേണ്ട. പൂച്ച പ്രായപൂർത്തിയായ അത് അടുത്ത കൊച്ചിനെ ഉണ്ടാക്കും, അല്ലേ? അത്രയേ ഉള്ളൂ. മനുഷ്യൻ പ്രായപൂർത്തിയായ ഉടൻ അടുത്ത കൊച്ചിനെ ഉണ്ടാക്കൂല. അവന് പഠിക്കണം, ജോലി കിട്ടണം, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത് മാത്രം ഇതൊന്നും അല്ല, അല്ലേ? ജനറേഷൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പ്രിയപ്പെട്ട മക്കളെ, ഓപ്ഷൻ എത്രയേ ഉള്ളൂ. കൊഗ്നിറ്റീവ് ബ്രെയിൻ കൊണ്ട് ജീവിക്കണം, ഇമോഷണൽ ബ്രെയിൻ കൊണ്ട് ജീവിക്കണം. ഇമോഷണൽ ബ്രെയിൻ കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ കഷ്ടപ്പെട്ട് പഠിക്കുകയെന്ന് വേണ്ട, എത്രയും പെട്ടെന്ന് ആരെയെങ്കിലും കണ്ടെത്തിക്കോളൂ. അതേ ഉള്ളൂ ഇമോഷണൽ ബ്രെയിൻ, വേറൊന്നുമില്ല. പ്രകൃതി പറയുന്ന പോലെ പിന്നെ എന്താണ്, ഇപ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ടാവുക, പിള്ളേരെ ഉണ്ടാക്കുക, ഒരു ഹൗസ് വൈഫായിട്ടൊക്കെ ജീവിച്ച് ചാവുക. അതല്ല. കൊഗ്നിറ്റീവ് ആണെങ്കിൽ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഒരു പെൺ ആർജവത്തിന്റെ ശക്തിയായി നിങ്ങൾക്ക് വളർന്നു വരേണ്ടതുണ്ട്. അത് ഫാമിലി ഒന്നും വേണ്ടാന്ന അർത്ഥത്തിലേ ഞാൻ പറഞ്ഞില്ല. പക്ഷേ 16, 17, 18 വയസ്സിൽ ഇതൊന്നുമല്ല വേണ്ടത്. സബ്സ്റ്റൻസ് അബ്യൂസും സെക്സും ഇതൊന്നുമല്ല. ഇതെല്ലാം സിനിമയിലാണ്. കൊഗ്നിറ്റീവായിട്ട് ചിന്തിച്ചാൽ
KGF കണ്ടിട്ട് നിങ്ങൾ നെടുവീർപ്പിടൂല, കോൾമയിർ കൊള്ളൂല. ഞാനത് മോശം സിനിമ എന്ന അർത്ഥത്തിലൊന്നും അല്ല പറയുന്നത്, അതൊരു സിനിമ. പക്ഷെ ഇമോഷണൽ ബ്രെയിനാണ് നിങ്ങളെ ബാധിക്കുന്നതെങ്കിൽ നേരത്തെ ഫാദർ പറഞ്ഞതുപോലെ തോക്കൊക്കെ കഴിച്ചു ഭയങ്കര ആരാധനയൊക്കെ തോന്നും. ഇതാണ് അതിന്റെ വ്യത്യാസം. ക്ലിയർ ആവുന്നോ? ബി കോഗ്നിറ്റീവ്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ബി പോസിറ്റീവ്. ഇനി പറയൂ ബി കോഗ്നിറ്റീവ്. നിങ്ങൾ എത്രത്തോളം കോഗ്നിറ്റീവായി വരുന്നോ അത്രത്തോളം നിങ്ങൾ ലെസ് വയലൻസ് ആയി വരും. ഞാൻ കരുതിക്കുട്ടിയാണ് വാക്ക് പ്രയോഗിച്ചത്, നോൺ വയലൻസ് ആയി വരുമെന്ന് ഞാൻ പറഞ്ഞതേയില്ല. നിങ്ങൾ എത്ര കോഗ്നിറ്റീവ് ആകുന്നുവോ അത്രത്തോളം നിങ്ങൾ ലെസ് വയലൻസ് ആയി വരും. അപ്പൊ ആ സിനിമ വളരെ തെറ്റാണ്. വയലൻസ് വയലൻസ് വയലൻസ്. അതുപോട്ടെ. അപ്പൊ അതൊക്കെ നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ ഈ ലോകം പരസ്പരം, ഇവിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. എത്ര വിശ്വം ഭവത്യേകതീടം എന്ന് ടാഗോർ പറഞ്ഞതുപോലെയാണ്. ഇതെന്റെ രാജ്യം, ഇത് നിന്റെ രാജ്യം. ഇതെന്റെ സംസ്കാരം, ഇത് നിന്റെ സംസ്കാരം. ഇതെന്റെ ജാതി, ഇത് നിന്റെ ജാതി. ഇതെന്റെ മതം, ഇത് നിന്റെ മതം എന്ന് പറയുന്നത് നോട്ട് കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് ആണെങ്കിൽ ഇതൊന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ. ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നുമില്ലാത്ത വിശാലമായ ഒരു ലോക നീലിമയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ അന്ധവിശ്വാസങ്ങളെയും കാറ്റിൽ പറത്തു, എല്ലാ അനാചാരങ്ങളെയും കാറ്റിൽ പറത്തു. ജാതി മത കോട്ടക്കൊത്തളങ്ങൾ ഇടിച്ച് തകർക്കൂ, എന്നിട്ട് മനുഷ്യരായി ജീവിക്കൂ. ഈ ലോകം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണ്. അല്ലാതെ അതെന്റെ രാജ്യം ഇതെന്റെ രാജ്യം എന്ന് പറയുന്ന മുറവിളികൾ ചെയ്യാതിരിക്കൂ. എത്രത്തോളം കോഗ്നിറ്റീവ് ആകുന്നുവോ അത്രത്തോളം ലെസ് വയലൻസ് ആവും. എത്രത്തോളം കോഗ്നിറ്റീവ് ആവുന്നുവോ അത്രത്തോളം നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. എത്രത്തോളം കോഗ്നിറ്റീവ് ആവുന്നുവോ അത്രത്തോളം നിങ്ങൾ മനുഷ്യരായിരിക്കും. അതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കൂ. വെറുതെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കുട്ടികൾ മാത്രമായും ഹൗസ് വൈഫായും ജീവിതത്തെ ഇല്ലാതാക്കി കളയാതിരിക്കൂ പ്ലീസ്. എന്തൊക്കെ ഉള്ള പെൺമക്കളെയാണ് ഈ കാണുന്നത്. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉഗ്രൻ എക്കണോമിസ്റ്റുകളെ, ഹിസ്റ്റോറിയൻസിനെ, IAS-കാരെ, അതല്ലെങ്കിൽ ഈ നാടിനൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട കർഷകരെ ഒക്കെ നിങ്ങളുടെ മുഖത്ത് കാണുന്നു. നാളെ നിങ്ങളെ കാണുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല സാറേ, 2 പിള്ളേരുടെ അമ്മയാണ് എന്നും മാത്രമുള്ള ഒരു ഐഡന്റിറ്റിയിൽ ഒതുങ്ങാതിരിക്കൂ. ലോകം വളരെ വിശാലമാണ്. ഇത്രയും നിവർന്ന ഉണർന്ന തലച്ചോറുള്ള നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത് പിന്നെയും തലച്ചോറിനെ താഴ്ത്തി കെട്ടാതിരിക്കൂ. അതുമാത്രമേ ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് വാട സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഒരു സന്ദേശമായി നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളൂ. ബി കോഗ്നിറ്റീവ്, ബി കോഗ്നിറ്റീവ്, ബി കോഗ്നിറ്റീവ്. താങ്ക് യു വെരി മച്ച്.